ഹലോ, ഇന്ന് നമ്മൾ ഫോറം മാളിലേക്ക് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നത് കേട്ടോ. കവറൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ എത്തിയ കവറിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളിതാ ഫോറത്തിലെത്തിയിട്ടുണ്ട്. വൈറ്റിൽ നിന്ന് കുറച്ച് അടുത്താണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫോറം മാൾ. ഭയങ്കര കാം, ക്വയറ്റ് ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള മാളുകളിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര റഷൊക്കെ ആയിരിക്കും, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഫോറം മാളിൽ അങ്ങനെ ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റും. ആൾക്കാർ കുറവാന്ന് വെച്ചാൽ നല്ല കുറവാന്നല്ല, അത്യാവശ്യം ആൾക്കാരുണ്ടാവും. പക്ഷെ എന്താ, റഷ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നേരെ പോയത് നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. കുറച്ചധികം പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു, തക്കാളി, ഉള്ളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി എടുക്കാൻ തുടങ്ങി. ഓൾറെഡി അവിടെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വേറെ ആരോടും ചോദിക്കുമോ, നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. രാത്രി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് നോക്കി നോക്കി അത്യാവശ്യം എല്ലാ പച്ചക്കറികളും എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അതേപോലെ തന്നെ സവാള, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറേ സാധനങ്ങൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്ര കിലോ കണക്കിനല്ല, നമ്മൾ എത്രയാണോ തൂക്കി കൊടുക്കുന്നത് അതനുസരിച്ചുള്ള റേറ്റ് അവർ ഇട്ടോളും. അതുകൊണ്ട് ഈസിയാണ് നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ പോയത് നമ്മളെ പഴമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പഴം ഇങ്ങനെ തൂക്കിയിട്ടപ്പോൾ ഞാൻ കത്തിയാണ് തപ്പിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കുക. അപ്പോൾ ഓൾറെഡി അവർ മുറിച്ചിട്ടാണ് അവിടെ ഓരോ പടം പോലെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ റേറ്റും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പാക്ഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇതൊന്നും വാങ്ങിയതല്ല, ജസ്റ്റ് നോക്കിയത് മാത്രമാണ്. നമ്മളങ്ങനെ പാക്ഡ് ഐറ്റംസ് വാങ്ങൽ വളരെ കുറവാണ്. അപ്പോൾ എല്ലാ സാധനവും, നമ്മളെ തോരൻ അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എല്ലാ സാധനവും ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വർക്കിംഗ് ആൾക്കാരുള്ളതല്ലേ, അപ്പം കൂടുതലായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് മാളിലൊക്കെ ഇങ്ങനത്തെ ഈസി പ്രോഡക്റ്റ്സ്, അതായത് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സാധനങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് പച്ചക്കറീസ് ഉണ്ട്. റാഡിഷൊക്കെ ഞാൻ വൈറ്റേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതാ ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് റാഡിഷ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല രീതിയിലുള്ള വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേറ്റൊക്കെ അതിൻ്റെ സൈഡിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം, അതായത് ക്യാബേജിൻ്റെ ഒരു കുഞ്ഞു സാധനം കേട്ടോ. ഞാൻ ചില വീഡിയോസിൽ അത് കണ്ടിട്ടുണ്ട് കഴിക്കുന്നത് പച്ചയോടെ തന്നെ, പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ല, ജസ്റ്റ് നോക്കിയതാണ്, കണ്ട ഇതിൽ നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മളെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു, ചക്കയൊക്കെ ഉള്ള സമയമാണല്ലോ, അതുകൊണ്ട് നല്ല റേറ്റിൽ തന്നെ ചക്കയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ചക്കയായിരുന്നു. അങ്ങനെ പച്ചക്കറികൾ നോക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവർ റേറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ബെറീസാണ് നോക്കിയിട്ടുള്ളത്. ഇങ്ങനെ പാക്ഡായ കുറേ സാധനങ്ങളുണ്ട്. പണ്ടിത് വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം പക്ഷേ ഇല്ല. നമ്മൾ പണ്ട് കാട്ടിലൊക്കെ പോയിട്ട് ഇത് പറിക്കുമായിരുന്നു, നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ പാക്ഡ് ആക്കിയിട്ട് ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കൊതിയായി. നല്ല റേറ്റ് ഉണ്ട് അതിന് തന്നെ. ആ ഒരു പാക്കിന് 218 ഉണ്ട്. ജസ്റ്റ് ഒന്ന് കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ജസ്റ്റ് ഈ ഫോറം മാളിൽ വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയാണ്. ഫ്രഷ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാനൊക്കെ തോന്നും. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ഈ ഒരു ആപ്പിളിനൊക്കെ 100 ചില്ലറ രൂപയാണ്. 1 കിലോ ആപ്പിളിന് അത്രയും റേറ്റിൽ നമുക്ക് കിട്ടും, പക്ഷേ ഈ ഒറ്റൊരു ആപ്പിളിന് തന്നെ ഈ ഒരു റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ ചെറിയൊരു ഇങ്ങനെ പാക്ഡ് ഐറ്റംസിന് കുറച്ച് പൈസ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഫിഷിൻ്റെ അവിടെയാണ്. ഫിഷ് എല്ലാം ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് കറക്റ്റായിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് കുറച്ച് നൂഡിൽസും കുറച്ച് വെജീസ് അടങ്ങിയ ഒരു പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, മോളിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് പൊടികൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടുപൊടി, ആട്ടപ്പൊടി, പിന്നെ നമ്മൾ അപ്പപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അധികം ഇവിടുന്ന് വാങ്ങാനുണ്ടായിരുന്നു. എല്ലാം പല റേറ്റിലുണ്ട്. അപ്പോൾ റേറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏത് ബ്രാൻഡൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് അരിയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നോക്കി നോക്കി ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് പൊടികൾ വാങ്ങാനുണ്ടായിരുന്നു, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, മസാലപ്പൊടികളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ നോക്കിയിട്ട് നേരെ പോയിട്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. ഇനി വേഗം പാക്ക് ചെയ്തിട്ട് വേണം മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അധികം സാധനങ്ങൾ തന്നെ ഉണ്ട്, പക്ഷേ ഇത് മുഴുവൻ എടുത്ത് നമുക്ക് ഫുഡ് കോർട്ടിൽ പോകാൻ പറ്റില്ല, കുറച്ച് വെയിറ്റ് അധികമല്ലേ. അതുകൊണ്ട് നമ്മൾ താഴെ തന്നെ അവിടെ പാർസൽ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ട് വെക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കൊടുത്ത് അപ്പം നമുക്ക് ടോക്കൺ തരും. എന്നിട്ട് നമുക്ക് സേഫ് ആയിട്ട് മുകളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും എടുത്തിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല നൂഡിൽസും നല്ല കുറച്ച് വെജീസൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. കുറച്ച് ഹെവി ആയിട്ട് വെജീസ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പം ഞാനും കേട്ടിന് ഒറ്റ നൂഡിൽസ് വാങ്ങിയിട്ടുള്ളൂ, അത്
ഷെയർ ചെയ്തെടുത്ത് ഞാൻ അത്യാവശ്യം വെജീസും കഴിച്ച് അഗേട്ടനും അത് ഷെയർ ചെയ്ത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഒരു ഗ്രേവി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സൂപ്പറായിരുന്നു, നല്ല ഗ്രേവി ആയിരുന്നു. ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതാകെ 100 രൂപേൻ്റെ നൂഡിൽസും ഇത് 50 രൂപേൻ്റെ ചിക്കനും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വില കുറവിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ബുക്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഗേട്ടന് പിന്നെ എവിടെ ബുക്ക് കണ്ടാലും അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് ചിലപ്പം ബുക്ക് എടുക്കും അല്ലെങ്കിൽ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ താഴെ പോയിട്ട് നമ്മളെ പാക്കേജസ് എടുത്തിട്ട് മുകളിലേക്ക് വന്നേ. ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല, വേറെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല, വേറെ ദിവസം വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വാങ്ങാൻ വരുന്ന സമയത്ത് അത് മാത്രം വാങ്ങിയിട്ട് അങ്ങ് വീട്ടിൽ പോക്കാം കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായി, ഫുൾ മഴ പെയ്തിട്ട് ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്രൈവ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.